ലാവണി ചേച്ചി, ചേച്ചി ഒരു സുന്ദരി കോതയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരിക്കലും അത് അല്ല എന്ന് പറയില്ല. കാരണം ചേച്ചി കാണാൻ സുന്ദരിയാണ്. ഏകദേശം 35 വയസ്സ് പ്രായമുള്ള ലാവണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ ബാംഗ്ലൂരിലെ ലൈഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഈ നാട്ടിൻപുറത്ത് വന്ന് നിൽക്കുകയാണല്ലോ. മണിച്ചേട്ടൻ വരാൻ ഇനി 2 ദിവസങ്ങൾ കൂടിയുണ്ട്. ഇവിടെ ഇപ്പോൾ അമ്മാവിയും അമ്മാവനും മുത്തശ്ശനും മുത്തശ്ശിയും ലാവണി ചേച്ചിയും മാത്രമുള്ള ഒരു ലൈഫാണ്. അതിന്റെ ഇടയിലാണ് ഞാൻ വന്ന് കയറിയത്. ഇനി എന്നെ പരിചയപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ നേരത്തെ കഥകളിലെല്ലാം പറഞ്ഞ പോലെ എന്റെ പേര് നിരൂപ്. ഏകദേശം 27 വയസ്സും കാര്യങ്ങളുണ്ട്. ഞാൻ എപ്പോഴും ഈ ഒരു വീട്ടിൽ അതിഥിയായി വരുന്നതാണ്. ഞാൻ ഇന്ന് ഈ ഒരു സമയത്ത് വന്നപ്പോ മണിച്ചേട്ടൻ കല്യാണം കഴിച്ചു കൊണ്ടുവന്ന ആ ഒരു ഭാര്യ തന്നെയായിരുന്നു ലാവണി ചേച്ചി. അതുകൊണ്ട് ആ ഒരു ടൈമിൽ എനിക്ക് പുതിയൊരു അതിഥി തന്നെയായിരുന്നു ലാവണി ചേച്ചിയും. ഞാൻ വന്ന ആ ദിവസം തന്നെയായിരുന്നു മണിച്ചേട്ടൻ ബാംഗ്ലൂർക്ക് പോയത്. ചെറിയ ചെറിയ ജോലിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമാണ് അങ്ങോട്ട് പോയതെന്നും എനിക്ക് മനസ്സിലായി. ലാവണി ചേച്ചിയാണെന്നുണ്ടെങ്കിൽ പഠിച്ചതും പിന്നെ വളർന്നതുമെല്ലാം ബാംഗ്ലൂരിലാണ്. അവർ തമ്മിൽ ലൈവ് മാരേജ് ആവുന്നതും ബാംഗ്ലൂരിൽ നിന്ന് തന്നെയാണ്. അതാണ് കഥയുടെ ഒരു കാര്യങ്ങളൊക്കെ. ഇനി നമുക്ക് മെയിൻ ആയിട്ടുള്ള കഥയിലേക്ക് പോകാം. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യമാണ് ലാവണി ചേച്ചി ഒരു നുണച്ചിയാണെന്നുള്ള കാര്യം. അത് മറ്റൊന്നും കൊണ്ടല്ല, ചില സമയത്തുള്ള സംസാരങ്ങളും മറച്ചുവെക്കലും കാര്യങ്ങളൊക്കെ കൊണ്ട് എനിക്ക് തോന്നിയൊരു കാര്യമാണ്. പക്ഷേ എന്നോടെപ്പോഴും സത്യം മാത്രമേ പറയുള്ളൂ. അത് മറ്റൊന്നും കൊണ്ടായിരുന്നില്ല. ഞാനാണെന്നുണ്ടെങ്കിൽ എല്ലാ കമ്പനിക്കും എല്ലാ കള്ളത്തരത്തിനും കൂട്ടുനിൽക്കുന്ന ഒരാളാണല്ലോ. അതുകൊണ്ട് എന്നോട് എന്തൊക്കെയാലും കള്ളമൊന്നും ലാവണി ചേച്ചി പറയില്ല. അന്നത്തെ ദിവസം രാത്രിയായ സമയത്താണ് ഞാനും ലാവണി ചേച്ചിയും കൂടെ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത്. എന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് അമ്മാവനും അമ്മാവി ഇരിപ്പുണ്ടായിരുന്നു. ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലുമായിട്ട് മുത്തശ്ശിയും മുത്തശ്ശിയും. എന്റെ തൊട്ടരികിൽ തന്നെയാണ് ലാവണി ചേച്ചി ഇരിക്കുന്നത്. ഞങ്ങൾ തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടെന്ന് മറ്റൊരു ആൾക്കാർക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു കാര്യങ്ങളൊക്കെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും ഒരു കാഷ്വൽ മൈൻഡിലാണ് എടുക്കാറ്. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കുന്ന സമയത്തിന് മുത്തശ്ശി പറഞ്ഞു, ലാവണി മോള് ഇന്ന് നേരത്തെ കിടന്ന് ഉറങ്ങണം കേട്ടോ, മുഖത്ത് നല്ല ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇന്നലത്തെ പോലെ ബുക്കും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കരുത് കേട്ടോ എന്നായിരുന്നു ലാവണി ചേച്ചിയുടെ പറഞ്ഞത്. ചേച്ചിയെല്ലാം ഒരു തലയാട്ടൽ പോലെ ഇങ്ങനെ മോള് കേൾക്കുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ചേച്ചി എന്റെ മുഖത്തേക്ക് നോക്കി. ആ സമയത്ത് ഞാൻ ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. ആ ടൈമിൽ ഞാനും ലാവണി ചേച്ചിയും അടുത്തടുത്തിരിക്കുന്നത് കൊണ്ട് തന്നെ എന്റെ കാലിൽ ലാവണി ചേച്ചി ചെറിയൊരു ചവിട്ട് വെച്ച് തന്നു. പെട്ടെന്ന് എനിക്ക് തന്നെ മനസ്സിലായി എന്താണ് അതിന്റെ മീനിങ് എന്ന്. ഇന്ന് ലാവണി ചേച്ചി എന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇന്ന് രാത്രിയില് ലാവണി ചേച്ചിക്ക് ഈ ഒരു കാര്യം സാധിച്ചു കൊടുക്കണം. അത് തന്നെയായിരുന്നു ലാവണി ചേച്ചിക്ക് ഞാൻ കൊടുക്കാൻ വെച്ചിരുന്ന ആ ഒരു കടമയും കാര്യങ്ങളൊക്കെ. അങ്ങനെ പതിവ് പോലെ ഭക്ഷണവും കാര്യങ്ങളും എല്ലാം കഴിച്ചിട്ട് എല്ലാവരും എഴുന്നേറ്റു. ആ സമയത്ത് അമ്മാവി ലാവണി ചേച്ചിയെ വിളിച്ചിട്ട് പറഞ്ഞു, എല്ലാ പാത്രവും എല്ലാം ഒന്ന് കഴുകി വെച്ചിട്ട് പോകും മോളെ എന്നായിരുന്നു പറഞ്ഞത്. ആ സമയത്ത് അമ്മാവി കുറച്ച് മുറ്റായിരുന്നു ഈ ഒരു കാര്യത്തിലൊക്കെ. പിന്നെ മനുഷ്യനുള്ള സമയത്ത് അമ്മാവി അത്രയും ഇങ്ങനെ മുറ്റായിട്ട് സംസാരിക്കാറില്ല. അത് ലാവണി ചേച്ചിക്കും എനിക്കും അറിയായിരുന്നു. ഞാൻ ഒന്ന് കണ്ണടിച്ച് കാണിച്ചു. എന്തായാലും കഴുകി വെച്ചിട്ട് പോരെ എന്നായിരുന്നു ഞാൻ കണ്ണടിച്ച് കാണിച്ചത്. അങ്ങനെ ലാവണി ചേച്ചി ആ ഒരു പണിയും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിന് ശേഷം അകത്തേക്ക് വന്നു. അകത്തേക്ക് വന്നതിന് ശേഷമാണെന്നുണ്ടെങ്കിൽ ചുരിദാറായിരുന്നു ലാവണി ചേച്ചി ഇട്ടിരുന്ന വേഷം. ഞാൻ പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ കിടന്നുറങ്ങുകയാണോ അതോ ഇന്നലെ പറഞ്ഞതുപോലെ പോകുന്നുണ്ടോ? ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി എനിക്കൊരു പിച്ച് വെച്ച് തന്നു. എന്നിട്ട് പറഞ്ഞു, നിന്നോട് ഞാൻ ഇന്നലെ എന്താ പറഞ്ഞത് അതാണ് വേണ്ടത് എന്ന് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ നിമിഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ചേച്ചി വേണോ, നല്ല റിസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. എങ്ങാനും വല്ല പണിയും കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം തീർന്നു. നീ ഇങ്ങനെ പേടിത്തൊണ്ടനാവല്ലേ എന്ന് പറഞ്ഞ് ലാവണി ചേച്ചി എന്നെ ഒന്ന് ഉപദേശിച്ചു. ഞാനും ലാവണി ചേച്ചിയും നിൽക്കുന്നത് മുകളിലത്തെ ആ ഒരു 2 റൂമിന്റെ ഇടയിൽ തന്നെയാണ്. ആ സമയത്ത് താഴെ ലൈറ്റ് ഓഫ് ചെയ്യുന്ന ആ ഒരു സൗണ്ടും പിന്നെ ഫാൻ ഓഫ് ചെയ്യുന്ന അതെല്ലാം ഞങ്ങളിങ്ങനെ കണ്ടു. എടാ, അവരെല്ലാം കിടന്നെന്ന് തോന്നുന്നു, നമുക്കിതാ പോയാലോ എന്ന് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. എന്നാ ഞാൻ പോയി ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് മാറിയിട്ട് വാ. നീയാണെന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സ് ഇടണ്ട, ഞാൻ പറയുന്നൊരു കാര്യങ്ങളുണ്ട്. ഏതൊക്കെയായാലും നീ ഇതിട്ടുകൊണ്ട് ഇറങ്ങ്, അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് മാറണം എന്ന് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ അതെല്ലാം കേട്ടനുസരിച്ചു. അപ്പോഴാണെന്നുണ്ടെങ്കിൽ എല്ലാവരും കിടന്നുറങ്ങിയ സമയമാണല്ലോ. പുറത്തിറങ്ങണമെങ്കിൽ ഒരു വിധി മാത്രമേ ഉള്ളൂ. താഴെ ഒരു ഏണിയുണ്ട്, അതുവഴിയാണെന്നുണ്ടെങ്കിൽ പുറത്തേക്ക് ഇറങ്ങാം. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എന്റെ ബൈക്കും കാര്യങ്ങളൊക്കെ ഞാൻ പുറത്തു വെച്ചിട്ടുണ്ടായിരുന്നു. മുറി രണ്ടും ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ലോക്ക് ചെയ്തു. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഞാനും ലാവണി ചേച്ചിയും പിന്നാമ്പുറത്തെ ആ ഒരു ഏണി വഴി താഴേക്ക് ഇറങ്ങി. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിലേക്കാണ് എത്തിയത്. പണ്ട് പറഞ്ഞതുപോലെ തന്നെ, എടാ നിനക്കും ഞാനൊരു ഡ്രസ്സ് എടുത്തു തരാം,
അത് മാത്രം ഇട്ടാൽ മതി എന്നായിരുന്നു ലാവണി ചേച്ചി പറഞ്ഞത്. അതിനുശേഷം ഞങ്ങൾ ടെക്സ്റ്റൈൽ ഷോപ്പിനുള്ളിലേക്ക് കയറി. ആ സമയം ലാവണി ചേച്ചിയെ അറിയാവുന്ന ആൾക്കാർ തന്നെയായിരുന്നു അതിനുള്ളിലുണ്ടായിരുന്നത്. പെട്ടെന്ന് അവരെ കണ്ട സമയത്ത് തന്നെ ലാവണി ചേച്ചി അവരോട് വിളിച്ചിട്ട് പറഞ്ഞു, ദേ ഇവനൊരു ഷോർട്ടും പെന്നിനും കൊടുത്തേ എന്ന് പറഞ്ഞുകൊണ്ട് ലാവണി ചേച്ചി അകത്തേക്ക് പോയി. ശേഷം ചേച്ചിക്ക് ഇഷ്ടമുള്ള ആ ഒരു ഡ്രസ്സ് ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. ചേച്ചിയും എന്നെ പോലെ തന്നെ ഷോർട്സും കാര്യങ്ങളൊക്കെ ഇട്ട് പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ചേച്ചി ലുക്സ് സൂപ്പർ ആയിട്ടുണ്ട്, മുടിയൊക്കെ അഴിഞ്ഞു കിടക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു നൈറ്റ് ഡ്രസ് പോലത്തെ ബനിയൻസും കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ നന്നായിട്ട് അടിപൊളിയായിട്ടുണ്ട്. അതായിരുന്നു ഞാൻ പെട്ടെന്ന് ലാവണി ചേച്ചിയോട് പറഞ്ഞതും. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്ന് യാത്ര തുടങ്ങി. അതിനുശേഷം നല്ല നിലാവുള്ള യാത്രയായിരുന്നു. ആ ടൈമിൽ ലാവണി ചേച്ചി പകുതി എത്തിയ സമയത്ത് എൻ്റെ അടുത്ത് പറഞ്ഞു, എടാ നീ നിർത്ത്, ഇനി ഞാൻ വണ്ടി ഓടിക്കാം എന്ന് പറഞ്ഞു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു, ഈ ബൈക്ക് ചേച്ചി ഓടിക്കോ? പിന്നെന്താ, ഞാൻ ബാംഗ്ലൂരിലേതൊക്കെ ഓടിച്ച് നടന്നിട്ടുള്ള എൻ്റെ കുട്ട, ഇതിനേക്കാൾ എത്ര വണ്ടികൾ ഞാൻ ഓടിച്ചിരിക്കുന്നു എന്ന് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു. ലാവണി ചേച്ചി അതൊരു കാര്യം എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് ഞാൻ പെട്ടെന്ന് അതിശയിച്ചു പോയി. ചേച്ചി ഈ ബൈക്കും കാര്യങ്ങളൊക്കെ ഓടിക്കുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ ലാവണി ചേച്ചി ഓടിക്കാൻ തുടങ്ങി. ആ സമയം ഞാൻ ഓടിക്കുന്നതിനെക്കാട്ടിൽ വളരെ ഫാസ്റ്റ് ആയിട്ടാണ് ലാവണി ചേച്ചി ഓടിക്കുന്നത്. പെട്ടെന്ന് ഒരു വണ്ടി കുറുകെ വരുന്ന വണ്ടിയെ ഒന്ന് ഓവർടേക്ക് ചെയ്ത് മാറ്റുന്ന സമയത്ത് വെട്ടിച്ച് മാറ്റാൻ ലാവണി ചേച്ചി മിടിക്കുകയായിരുന്നു. പെട്ടെന്ന് മറ്റൊരു വണ്ടിയെ ലാവണി ചേച്ചി ഓവർടേക്ക് ചെയ്ത് കയറി. ആ സമയം ശരിക്കും പിടുത്തം കിട്ടാതെ ഞാൻ ഒന്ന് ഭയന്നു. ഞാൻ പിടിച്ചത് ലാവണി ചേച്ചിയായിരുന്നു. ആ സമയത്ത് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് വീണ്ടും പറഞ്ഞു, എടാ പിടിച്ചിരുന്നോണേ, ഞാൻ ഇച്ചിരി ഫാസ്റ്റ് കൂടുതലാണ്, നിന്റെ കണക്കല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ചിരിച്ചുകൊണ്ട് ഓടിച്ചു. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ നല്ല സ്പീഡിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. ഞാനാണെന്നുണ്ടെങ്കിൽ എൻ്റെ മുഖമാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചിയുടെ ആ ഒരു തോളിൻ്റെ ഭാഗത്തേക്ക് നീക്കി വെച്ചു. ആ സമയം നല്ല രീതിയിൽ ഫാസ്റ്റ് ആ ഒരു കാറ്റടിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ചേച്ചി പതുക്കെ പോയാൽ മതി, നമുക്ക് പെട്ടെന്ന് എത്തും. ഞാൻ പറയുന്നത് എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ ചേച്ചി? ചേച്ചി ഇങ്ങനെ സ്പീഡ് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ആ ടൈമിൽ തന്നെ ഞാനും വിചാരിച്ചു, ഇച്ചിരി സ്പീഡിൽ പോയി കഴിഞ്ഞാൽ നല്ലൊരു രസമുണ്ട്, പിന്നെ നല്ലൊരു വൈബും ഉണ്ട്. പിന്നെ അതുകൊണ്ട് തന്നെ ലാവണി ചേച്ചി അങ്ങനെ പോയി ഒരു കാടിൻ്റെ ഒരു പ്രദേശത്ത് അവിടെ കൊണ്ടുവന്ന് വണ്ടി നിർത്തി. ശേഷം പെട്ടെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു, എങ്ങനെയുണ്ട് എൻ്റെ ആ ഒരു റൈഡും കാര്യങ്ങളൊക്കെ? എൻ്റെ പൊന്നു ചേച്ചി, എൻ്റെ കിളി പോയി കേട്ടോ എന്നായിരുന്നു ഞാൻ തിരിച്ച് മറുപടി പറഞ്ഞത്. ആ സമയം അവിടെ ഞങ്ങൾ ഒന്ന് റെസ്റ്റ് ചെയ്തു. ആ ടൈമിൽ ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വരുന്ന സമയത്ത് ഞങ്ങളോട് വന്ന് നിൽക്കാറുണ്ട്, ആ ഒരു പ്ലേസും കാര്യങ്ങളും ഇത്, അതാ ഞാൻ ഇവിടെ നിർത്തിയത്. അതൊരു റോഡിന് സൈഡായതുകൊണ്ട് തന്നെ ആൾക്കാരൊക്കെ ഇങ്ങനെ പോകുന്നുണ്ടായിരുന്നു. പക്ഷേ ഒറ്റപ്പെട്ട വണ്ടീസും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. അപ്പോൾ ഒരു ലോറി വരുന്നത് ഞങ്ങളിങ്ങനെ കണ്ടു. ആ ടൈമിൽ വണ്ടി ഒതുക്കി വെച്ചേക്കാണ്. അവരുടെ മുന്നിൽപ്പെട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് എന്തെങ്കിലുമൊക്കെ ചോദ്യങ്ങൾ വന്നേക്കും. ചിലപ്പോൾ സദാചാരക്കാര്യങ്ങളും അങ്ങനെയൊക്കെയുള്ള ആൾക്കാർ വരുവാണെന്ന് ഞാനിങ്ങനെ പേടിച്ചു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചീൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്കവിടെ അങ്ങോട്ട് മാറി നിൽക്കാം, അവർ പോയിട്ട് നമുക്കങ്ങോട്ട് പോകാം എന്നാണ് ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്. അങ്ങനെ ആ രാത്രിയിൽ ലാവണി ചേച്ചി എന്നെയും പിടിച്ചുകൊണ്ട് നേരെ ഒരു മരത്തിന്റെ ഒരു ചുവട്ടിലേക്ക് കയറി നിന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ആ ലോറിക്കാരാണെന്നുണ്ടെങ്കിൽ ആ ലോറി എടുക്കാനായിട്ട് വരുന്നുണ്ടായിരുന്നു. അവര് നടന്നാണ് വരുന്നത്. ആ ടൈമിൽ തന്നെ ലാവണി ചേച്ചി എന്നെയും പിടിച്ച് മരത്തിന്റെ ആ ഒരു സൈഡിലേക്ക് മാറി നിന്നു. അപ്പോൾ വണ്ടിയും കാര്യങ്ങളും അവർ കണ്ടിട്ടില്ലായിരുന്നു. അങ്ങനെ അവർ വന്നതിന് ശേഷം അവിടെ എല്ലാം ഒന്ന് നിന്ന് ഒരു സിഗരറ്റും വലിച്ചിങ്ങനെ നിൽക്കുന്നു. അപ്പോൾ തന്നെ ഞാൻ ലാവണി ചേച്ചിയോട് ചോദിച്ചു, അവർ കണ്ടാൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ച സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി പറഞ്ഞു, ചില ആളുകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയില്ല, അതുകൊണ്ടാണ് നിന്നെ ഇങ്ങോട്ട് പിടിച്ചു മാറ്റിയത് ഞാൻ. ആ ടൈമിൽ ആ ഒരു ചെറിയ മരത്തിനുള്ളിലേക്കാണ്, അവിടെയാണെന്നുണ്ടെങ്കിൽ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്ക് നിൽക്കാൻ തന്നെ സ്ഥലമില്ലായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചിയുടെ ആ ഒരു സൈഡിലേക്ക് കയറി നിൽക്കുകയാണ്. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി ശ്വസിക്കുന്ന ആ ഒരു ശ്വാസം പോലും എനിക്ക് നന്നായിട്ട് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ആ ഒരു ടൈമിൽ അവർ സിഗരറ്റ് വലിച്ചിട്ട് ആ ഒരു കുറ്റി നേരെ ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു സൈഡിലേക്ക് എറിഞ്ഞു. ശേഷം അവർ ആ ലോറി എടുത്തുകൊണ്ട് നേരെ പോവുകയും ചെയ്തു. അപ്പോഴായിരുന്നു ഞങ്ങൾക്ക് ശ്വാസം നേരെ വീണത്. അപ്പോൾ തന്നെ ലാവണി ചേച്ചി ഒരു ദീർഘശ്വാസം എടുത്തു. അപ്പം നല്ലൊരു കാറ്റടിക്കുന്ന പോലെ എനിക്കിങ്ങനെ ഫീൽ ചെയ്തു. ചേച്ചി നന്നായിട്ട് പേടിച്ചിട്ടുണ്ടല്ലേ എന്ന് പറയുമ്പോൾ ലാവണി ചേച്ചി പറഞ്ഞു, എനിക്ക് എന്ത് പേടി, എനിക്കാണോ പേടി? നീ ചുമ്മാ അങ്ങനെ ഇങ്ങനെയൊന്നും പറയണ്ട, ഞാൻ ഈ റൈഡൊക്കെ ഒരുപാട് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എങ്ങനെയുണ്ടായിരുന്നു അന്നത്തെ സമയത്ത് റൈഡൊക്കെ? അത് നിന്നോട് പറയാൻ പറ്റില്ല, അതൊക്കെ എൻ്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്, അത് എൻ്റേതായിട്ട് തന്നെ ഇരുന്നോട്ടെ എന്നായിരുന്നു ലാവണി ചേച്ചിയുടെ മറുപടി. ആ സമയം ഞാനും ലാവണി ചേച്ചിയും ഒന്ന് തിരിച്ചുകൊണ്ട് ഞാനായിരുന്നു പിന്നീട് ബൈക്ക് എടുത്തത്. അപ്പോൾ തന്നെ ലാവണി ചേച്ചി എൻ്റെ പിന്നാലെയായിരുന്നു.
അപ്പോൾ ആ ഒരു നിമിഷമാണെന്നുണ്ടെങ്കിൽ നല്ല ആ തണുത്ത സമയത്ത് ലാവണ്യ ചേച്ചി അടുത്തിരിക്കുമ്പോൾ ആ ഒരു ചൂടും കാര്യങ്ങളൊക്കെ അനുഭവപ്പെടുന്നുണ്ട്. അത് നന്നായിട്ട് ആ ഒരു ഫീലുള്ള ആ ഒരു വൈബായിരുന്നു അത്. അങ്ങനെ തന്നെ ഞങ്ങൾ വണ്ടി എടുക്കുന്ന സമയത്ത് ലാവണ്യ ചേച്ചി എന്നെ പിടിച്ചവിടെ ഇരുന്നു. കാരണം ഞാൻ ഓടിക്കാൻ തുടങ്ങിയത് ലാവണ്യ ചേച്ചി ഓടിച്ച അത്രയും ഫാസ്റ്റിൽ ഒന്ന് ട്രൈ ചെയ്തതാണ്. പക്ഷേ എന്നെക്കൊണ്ടത് കഴിയുന്നില്ലായിരുന്നു. ലാവണ്യ ചേച്ചിക്ക് എന്നെക്കാളും നന്നായിട്ട് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് എനിക്ക് തന്നെ തോന്നി. വണ്ടി കുറെ കൂടെ മുന്നോട്ട് പോയി. പതിയെ പതിയെ ഞങ്ങൾ റോഡ് കഴിഞ്ഞു. പിന്നെ കാടായി. കാടിനുള്ളിലൂടെ യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ലാവണ്യ ചേച്ചിയോട് പറഞ്ഞു, ചേച്ചി ഇവിടാണെന്നുണ്ടെങ്കിൽ ആനയും അതും ഇതൊക്കെ വരുന്ന സ്ഥലങ്ങളാണ്, ഇതുവഴി പോകണം. ഞാനത് പറയുന്ന സമയം ലാവണ്യ ചേച്ചി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് വണ്ടി നേരെ ഓടിക്കാൻ പറഞ്ഞു. അങ്ങനെ ആ കാടിനുള്ളിലൂടെ ഞങ്ങൾ എത്തിച്ചേർന്നത് പകല് ചെന്ന് നിന്ന അതേപോലെ ഒരു മൊട്ടക്കുന്നിൻ്റെ മുകളിലായിരുന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ലാവണ്യ ചേച്ചി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ തന്നെ ലാവണ്യ ചേച്ചി എത്തിച്ചേർന്നത് മറ്റൊരു ലോകത്തേക്കാണ്. ആ വണ്ടി അവിടെ നിർത്തിയത് പോലെയല്ല. അതിനുമ്പേ ചാടി ഇറങ്ങിയിട്ട് ആ മലയുടെ മുട്ടക്കുന്നിലേക്ക് വലിഞ്ഞു കയറിയതിനു ശേഷം ഒരു അണ്ണാക്കും ബഹളമൊക്കെ ആയിട്ട് കൂകി വിളിച്ചുകൊണ്ട് കൈ ഇങ്ങനെ ഉയർത്തി പിടിച്ചുകൊണ്ട് നിന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ഞാനും അതേ കണക്കിനെ പുറത്തേക്ക് ഇറങ്ങി. ശേഷം ലാവണ്യ ചേച്ചി നിൽക്കുന്ന ആ സൈഡിലേക്ക് പോയി. ശേഷം ലാവണ്യ ചേച്ചിക്കാണെങ്കിൽ അടങ്ങാത്തൊരു സന്തോഷം. എന്തോ ജയിലിൽ കിടന്നതിന് ശേഷം പുറത്തിറങ്ങിയതുപോലെ ആ ഒരു ഫീലായിരുന്നു ലാവണ്യ ചേച്ചിക്കുണ്ടായിരുന്നത്. അപ്പോൾ തന്നെ എന്നെ ഒന്ന് നോക്കി, എങ്ങനെയുണ്ട് ഈ വൈബൊക്കെ, അടിച്ചു പൊളിക്കാൻ പറ്റുന്നതല്ലേ എന്ന് ലാവണ്യ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സൂപ്പറാണ് ചേച്ചി. അപ്പോൾ തന്നെ ലാവണ്യ ചേച്ചി എന്നെയും പിടിച്ചുകൊണ്ട് ആ ഒരു മലയുടെ മുകളിലേക്ക് കയറി. ശേഷം എന്നെ അവിടെ കൊണ്ടെത്തിയതിനു ശേഷം തൊട്ടരികിൽ ലാവണ്യ ചേച്ചി ഇരുന്നു. അപ്പോൾ നല്ലൊരു ഫ്രണ്ട്സിനെ പോലെ എനിക്ക് ആദ്യം ഫീൽ ചെയ്തു. ലാവണ്യ ചേച്ചി എന്നെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആ ഒരു മലയിടുക്കിലേക്ക് ഇങ്ങനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു നിലാവിൻ്റെ പ്രകാശവും പിന്നെ ആ ഒരു നക്ഷത്രങ്ങളും എല്ലാം ഞങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ നല്ല തണുത്ത കാറ്റ് വീശുമ്പോൾ ലാവണ്യ ചേച്ചി എന്നെ പിടിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം അത്രത്തോളം നല്ല -डिग्री ആ ഒരു രീതിയിലുള്ള കാറ്റും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. ആ സമയം കുറേ ടൈമിലാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അവിടെ സ്പെൻഡ് ചെയ്തു. അപ്പോൾ തന്നെ ലാവണ്യ ചേച്ചിക്ക് എന്നോടുള്ള ആ ഒരു സ്നേഹവും കരുതലും ഒക്കെ കൂടി കൂടി വന്നിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സമയം അപ്പോൾ ഏകദേശം ഒരു 2:30-3 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ലാവണ്യ ചേച്ചിയോട് പറഞ്ഞു, ഇപ്പം നമ്മൾ വിട്ട് കഴിഞ്ഞാൽ ഏകദേശം അരമണിക്കൂർ അതിനുള്ളിൽ വീട്ടിലെത്തണം. അല്ലാന്നുണ്ടെങ്കിൽ 4 മണി 5 മണിയൊക്കെ ആയിക്കഴിഞ്ഞാൽ മുത്തശ്ശി എണീക്കും. വിളക്ക് വെക്കലും കാര്യങ്ങളൊക്കെ രാവിലെയാണ് മുത്തശ്ശിയുടെ പതിവ്. അതിന് മുമ്പ് എത്തിയില്ലെങ്കിൽ പണി കിട്ടും എന്ന് ഞാൻ ലാവണ്യ ചേച്ചിയോട് പറഞ്ഞു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ലാവണ്യ ചേച്ചി എന്നെ നോക്കി, നിനക്കിപ്പോൾ പോകാൻ തോന്നുന്നുണ്ടോ എന്ന് ലാവണ്യ ചേച്ചി എൻ്റെ അടുത്ത് ചോദിക്കുന്ന സമയത്ത് പോകാനൊന്നും എനിക്ക് തോന്നുന്നില്ല, പക്ഷേ ഈ ടൈമിൽ ചെന്നില്ലെങ്കിൽ നമുക്ക് പിന്നെ പോകാനും പറ്റില്ല എന്ന് പറയുമ്പോൾ ലാവണ്യ ചേച്ചി പറഞ്ഞു, ആ നീ പറഞ്ഞ കാര്യം അത് ശരിയാണ്. ഇപ്പം നമ്മൾ പോയില്ലെങ്കിൽ നാളെ പിന്നെ പണി കിട്ടും. അപ്പോൾ നാളെയും നിന്നെയും കൊണ്ട് പോകാനുള്ളതാണ്. എനിക്ക് കുറേ കൂടെ ആഗ്രഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതെല്ലാം നിന്നിലൂടെ എനിക്ക് സാധിച്ചെടുക്കണം എന്നായിരുന്നു ലാവണ്യ ചേച്ചി പറഞ്ഞത്. അപ്പോൾ ഞാൻ തന്നെ അതിശയിച്ച് നിന്നുപോയി. ചേച്ചി എന്താ ആലോചിക്കുന്നത്? അല്ല, ഈ ഒരു ലൈഫും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അത് എനിക്ക് മിസ് ചെയ്യുമെന്നാണ് ഞാൻ ആലോചിച്ചത്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, എനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങളൊക്കെ സാധിച്ചു തരാൻ ഇപ്പം നിൻ്റെ ഒരു പ്രസൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതാണ് ഞാൻ ആലോചിച്ചത്. ഞാൻ പറഞ്ഞു, കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞാൽ ഞാനങ്ങ് പോകും, പിന്നെ ഇങ്ങനെ ആ ഒരു കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ ലാവണ്യ ചേച്ചി ഒന്ന് ദയനീയമായിട്ട് എന്നെ നോക്കി, നീ പോയി കഴിഞ്ഞാൽ പിന്നെ വരത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇല്ല, ചില സമയത്ത് ഞാൻ വരാൻ ചാൻസ് കുറവായിരിക്കും. അപ്പോൾ എങ്ങനെ കാണാൻ പറ്റുക എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, അതിപ്പോൾ ഞാൻ ഇടയ്ക്ക് വരാനായിട്ട് നോക്കാം. ഈ ഒരു പ്ലേസും കാര്യങ്ങളൊക്കെ ചേച്ചിക്ക് അറിയാമല്ലോ, അപ്പോൾ ചേച്ചി അങ്ങോട്ട് വന്നാൽ മതി. പിന്നെ 2-3 ദിവസം കഴിഞ്ഞാൽ മനുച്ചേട്ടനും വരുമല്ലോ, പിന്നെ ആ ഒരു ലൈഫും കാര്യങ്ങളും നിങ്ങൾ എൻജോയ് ചെയ്യുക എന്ന് ഞാൻ പറഞ്ഞു നിർത്തി. അപ്പോൾ തന്നെ ലാവണ്യ ചേച്ചി ആ ഒരു കാര്യം എന്നോട് പറഞ്ഞത്, മനുച്ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇൻട്രസ്റ്റ് ഇല്ല. പിന്നെ മനുച്ചേട്ടൻ ഒരു പഴഞ്ചൻ സ്വഭാവമാണ്. പിന്നെ നീയും അത് തന്നെ. പക്ഷേ നിന്നെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റും. പക്ഷേ ആളിപ്പോൾ 10-40 വയസ്സ് കഴിഞ്ഞാലേ, അപ്പോൾ ആൾക്കിനി മാറാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിൻ്റെ അടുത്ത് പറഞ്ഞാൽ മതിയല്ലോ എന്നായിരുന്നു ലാവണ്യ ചേച്ചി പറഞ്ഞത്. ഞാനതെല്ലാം നോക്കാം ചേച്ചി എന്ന് പറഞ്ഞു. ആ ടൈമിൽ ഞാനിനി എന്താണ് ചെയ്യേണ്ടതെന്ന് ലാവണ്യ ചേച്ചി ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നിന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ടൗണിലൊരു നല്ലൊരു കമ്പനിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അവിടെ ഒരു ജോലിയും കാര്യങ്ങളും സെറ്റായി കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് തന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ടൂറും കാര്യങ്ങളൊക്കെ പോകാമല്ലോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ തന്നെ ലാവണ്യ ചേച്ചി പറഞ്ഞു, അപ്പോൾ നീയും വരാമോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അവിടെ ഇങ്ങനെ നിന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ ലാവണ്യ ചേച്ചിക്ക് എന്നോടുള്ള സ്നേഹവും കരുതലും വീണ്ടും കൂടിക്കൂടി വന്നു.
ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, എന്നെങ്കിൽ പിന്നെ നമുക്ക് പോയാലോ, ഇവിടെ കുറേ സമയമായിട്ടുണ്ട്, നമുക്ക് വണ്ടി എടുക്കാം. ആ ടൈമിൽ വണ്ടി ഓടിച്ചത് ഞാനായിരുന്നു. തിരിച്ചു പോകുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചിക്ക് അത്രയും ഉന്മേഷം ഉത്സാഹവും ഇല്ലായിരുന്നു. പക്ഷേ എങ്കിലും എന്നെ ചേർത്ത് പിടിച്ച് അങ്ങനെയിരുന്നു. കാരണം വീഴാനുള്ള പേടിയും കാര്യങ്ങളൊക്കെ ലാവണി ചേച്ചിക്ക് ഉണ്ടായിരുന്നല്ലോ. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും വീട്ടിലെത്താറായി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി പറഞ്ഞു, നല്ല വണ്ടർഫുൾ ട്രിപ്പായിരുന്നു, നിന്നോട് ഒരുപാട് താങ്ക്സ് ഉണ്ട്, നീ വന്നതിലും പിന്നെ എൻ്റെ കൂടെ അവിടെ വന്നതിലും എല്ലാ കാര്യങ്ങൾക്കും എനിക്ക് ഒരുപാട് താങ്ക്സ് എന്നോട് പറയാനുണ്ട്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ ലാവണ ചേച്ചിയും മുറ്റത്തേക്ക് അങ്ങനെ ഇറങ്ങിച്ചെന്നു. ആ സമയമാണെന്നുണ്ടെങ്കിൽ വണ്ടി പുറത്ത് തന്നെയാണ് വെച്ചിരുന്നത്. പിന്നെ ആ ഒരു മതില് ചാടി ഞങ്ങൾ രണ്ടുപേരും ഏണി വഴി നേരെ മേളിലെത്തി. ഏണി കയറാനും ചവിട്ടി കയറ്റാനും ഒക്കെ ലാവണി ചേച്ചി ഹെൽപ്പ് ചെയ്തത് ഞാനായിരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാനും ലാവണി ചേച്ചിയും മേളിലെത്തുന്ന സമയത്ത് ലാവണി ചേച്ചി നന്നായിട്ട് അണയ്ക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ തന്നെ ലാവണി ചേച്ചിയുടെ ഞാൻ പറഞ്ഞു, ഒന്ന് കൂളാവ്, അങ്ങനെ നമ്മുടെ ശബ്ദം കേൾക്കാൻ പാടില്ല എന്നായിരുന്നു ലാവണി ചേച്ചി പറഞ്ഞത്. താഴെ ലൈറ്റും കാര്യങ്ങളൊക്കെ ഓഫായിരുന്നു. അപ്പൊ തന്നെ ഞാനും ലാവണി ചേച്ചിയും പതുക്കെ പതുങ്ങി അങ്ങോട്ട് ചെന്നു. അപ്പൊ തന്നെ ഞങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ രണ്ടുപേരുടെയും റൂമിന്റെ ആ ഒരു അരികിലെത്തി. അപ്പോ ലാവണി ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, നീ പോവാണോ, ഉറങ്ങാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോ ഞാൻ പറഞ്ഞു, ഇന്നിനി ഉറക്കവും കാര്യങ്ങളൊന്നും നടക്കുമെന്ന് തോന്നുന്നില്ല, എന്നാ പിന്നെ നീ അങ്ങോട്ട് പോണ്ട, ഇങ്ങോട്ട് വാ എന്ന് മാത്രം ലാവണി ചേച്ചി എന്നെ അങ്ങോട്ട് വിളിച്ചു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞാൻ ലാവണി ചേച്ചിക്കൊപ്പം അവിടേക്ക് ചേർന്ന് ചെന്നു. ആ ടൈമിൽ ലാവണി ചേച്ചി പറഞ്ഞു, നിനക്ക് ഞാൻ ആ ഒരു ബോട്ടിൽ നിന്ന് കുറച്ച് ഡ്രിങ്ക്സ് എടുത്ത് തരാം, വായിനല്ലേ, അത് കുടിച്ചു നോക്ക്, പിന്നെ നിനക്ക് ഉറങ്ങാനൊക്കെ അത് നല്ല സൂപ്പർ ആയിരിക്കുമല്ലോ. ഇന്നലെ ഞാനത് തന്ന സമയത്ത് നീ കിടന്ന് നല്ല ഓത്ത് പോലെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു, ഇപ്പോഴും അത് തന്നെ ആയിരിക്കും അവസ്ഥ. അപ്പോൾ ഞാൻ തന്നെ പറഞ്ഞു, അത് ശരിയായിരിക്കും, ചേച്ചി തന്നു കഴിഞ്ഞാൽ അതിനകത്ത് ആ ഒരു സംഭവം കാര്യങ്ങളൊക്കെ അടിപൊളിയായിരിക്കും. അങ്ങനെ ആ ഒരു വായനാണെന്നുണ്ടെങ്കിൽ കുറച്ചെടുത്ത് എനിക്ക് തന്നു. ആ സമയത്ത് ലാവണി ചേച്ചിയും ഞാനും കൂടെ വായനിരുന്ന് കുടിച്ചു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും കൂടെ കുറച്ചു നേരം കട്ടിലിൽ അങ്ങനെ ഇരുന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ലാവണി ചേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു, നല്ല വണ്ടർഫുൾ ട്രിപ്പായിരുന്നു അല്ലേ, നമുക്ക് ഇത് കണക്ക് കുറെ ടൈംസ് ഇങ്ങനെ പോകണം എന്ന് ലാവണി ചേച്ചി എന്നെ ഒന്ന് റിക്വസ്റ്റ് ചെയ്തു. ആ ടൈമിൽ ഞാനത് നോക്കാം എന്ന് മാത്രം പറഞ്ഞു. നീ നോക്കിയ എന്ന് പറഞ്ഞാൽ മാത്രം പോരാ, നീ അത് ചെയ്ത് കാണിക്കണം, അതാണ് നിന്റെ മിടുക്ക് എന്ന് ലാവണി ചേച്ചി എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചു. അങ്ങനെ ആ ഒരു സമയം കുറെ ടൈമിൽ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാ പിന്നെ ഞാൻ പോയി കിടക്കട്ടെ ചേച്ചി, നല്ല ഉറക്കം വരുന്നുണ്ട്. എന്നാ നീ പോയി കിടന്നുറങ്ങിക്കോ, നാളെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വേറെ എന്തെങ്കിലും പരിപാടി ഒപ്പിക്കാം എന്നായിരുന്നു ലാവണി ചേച്ചിയുടെ മറുപടി. എന്റെ പൊന്നു ചേച്ചി, ഇനി വേണ്ട, ഇനിയാണെന്നുണ്ടെങ്കിൽ ആകെപ്പാടെ നല്ല ടെൻഷനൊക്കെ തോന്നുന്നുണ്ട് എന്ന് ലാവണി ചേച്ചിയുടെ ഞാൻ പറയുന്ന സമയത്ത് ചേച്ചി എന്നെ പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ, നിന്റെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ പോലെ എന്ന് ലാവണി ചേച്ചി എന്റെ മുടിയിലൊന്ന് തഴുകിയിട്ട് ശേഷം എന്നെ ഒരു കൊച്ചുകുട്ടിയെ പോലെ ഒന്ന് പെരുമാറി. അതിനുശേഷമാണെന്നുണ്ടെങ്കിൽ ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റ് അടുത്ത റൂമിലേക്ക് ചെന്ന് കയറി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്ക് ആ ട്രിപ്പിന്റെ ആ ഒരു മൂഡും കാര്യങ്ങളൊക്കെ ആയിരുന്നു മനസ്സിലുണ്ടായിരുന്നത്. ലാവണി ചേച്ചിയായിട്ട് പോയ സമയവും പിന്നെ ആ ടൈമിൽ ട്രിപ്പിൽ ഞങ്ങൾ അടിച്ചു പൊളിച്ച കാര്യങ്ങളും പിന്നെ ബൈക്ക് ഓടിച്ചതും ആ ഒരു മരത്തിന്റെ ഇടയിൽ ഇങ്ങനെ പാത്തിരുന്നതും അതൊക്കെ നല്ല വൈബായിരുന്നു എന്ന് ആലോചിച്ച് ഞാനങ്ങനെ കിടന്നു. ആ സമയത്താണെന്നുണ്ടെങ്കിൽ എനിക്കാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീൽ വരുന്നുണ്ടായിരുന്നു. നമ്മൾ കുറേ അധികം തണുത്ത പ്രദേശത്ത് ഇങ്ങനെ യാത്ര ചെയ്ത് കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിലേക്ക് വരുന്ന സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരവും നല്ല തണുപ്പ് പോലെ ഇരിക്കും. ആ സമയത്ത് നല്ല ചൂടായിട്ട് നല്ലൊരു ഹഗ് കിട്ടിയിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആലോചിച്ചു പോകും. അതുകൊണ്ടാണ് ആ ഒരു ടൈമിൽ എനിക്കും അങ്ങനെ തോന്നിയത്. അങ്ങനെ ഞാനാണെന്നുണ്ടെങ്കിൽ മൂടിപ്പൊതിച്ച് ഇങ്ങനെ കിടന്നു. ആ തണുപ്പിനെ പ്രതിരോധിക്കാൻ വേണ്ടിയിട്ട് വേറെ ഒരു വഴിയും ഞാൻ കണ്ടില്ല. അങ്ങനെ തലയണ കെട്ടിപ്പിടിച്ച് ആ സമയത്ത് കിടന്നുറങ്ങി. പിറ്റേ ദിവസം രാവിലെ എഴുന്നേറ്റ ടൈമിലാണെന്നുണ്ടെങ്കിൽ ലാവണ്യ ചേച്ചിയാണെന്നുണ്ടെങ്കിലും ഞാനാണെന്നുണ്ടെങ്കിലും എഴുന്നേറ്റ് ലേറ്റ് ആയിരുന്നു. ആ ടൈമിൽ തന്നെ താഴെ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളും, ഞങ്ങളിത് ഉറങ്ങുന്ന എന്താ അത്ര ലേറ്റ് എന്നൊക്കെ ആ ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ ലാവണ്യ ചേച്ചി വന്നു. ചേച്ചിയുടെ മുഖത്ത് ഒരു കൂസലുമില്ലായിരുന്നു. ഞാനും അതേ കണക്ക് തന്നെ അങ്ങോട്ട് ചെന്ന് കയറി. അപ്പോൾ തന്നെയാണെന്നുണ്ടെങ്കിൽ അമ്മാവയുടെ മൈൻഡിൽ ഒരു എന്തോ ഒരു സംഭവം പോലെ. അപ്പോൾ ഞാനൊന്നും പ്രതികരിച്ച് ചോദിച്ചില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിച്ചതിന് ശേഷം അടുക്കളയിലേക്ക് പോയി. അതിനുശേഷം ലാവണ്യ ചേച്ചി എൻ്റെ അടുത്ത് ചോദിച്ചു, ഇന്നലെ നീ ഉറങ്ങിയായിരുന്നു? ഞാൻ പറഞ്ഞു, ഇന്നലെ തലയണ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു യാത്രയൊക്കെ ചെയ്തിട്ട് വന്നല്ലേ, അതിൻ്റെ ഒരു ഫീൽ ഉണ്ടായിരുന്നു എന്നൊക്കെ ഞാൻ പറഞ്ഞു. അപ്പോൾ തന്നെ ലാവണ്യ ചേച്ചി പറഞ്ഞു, എനിക്കും നല്ല ഉറക്കവും കാര്യങ്ങളൊന്നും കിട്ടിയില്ല, പിന്നെ അങ്ങ് ഉറങ്ങിയെന്ന് മാത്രമേ ഉള്ളൂ എന്നായിരുന്നു ലാവണ്യ ചേച്ചിയുടെ മറുപടി. ആ ടൈമിലാണെന്നുണ്ടെങ്കിൽ അമ്മാവി അവിടേക്ക് വന്നു. അപ്പോൾ തന്നെ അമ്മാവിയുടെ മുഖം ഒരു കൊട്ട പോലെ ഉണ്ടായിരുന്നു. കാരണം ലാവണ്യ ചേച്ചി രാവിലെ ഒരുപാട് ജോലിയും കാര്യങ്ങളൊക്കെ ഇട്ടിട്ട്
ഇത്ര നേരം കിടന്നുറങ്ങിയിട്ട് വരികയല്ലേ, അതുകൊണ്ടാണ് എന്ന് എനിക്കും തോന്നി. ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഞങ്ങളൊന്നും പ്രതികരിക്കാൻ പോയില്ല. അങ്ങനെ എന്റെയും രാവണ ചേച്ചിയുടെയും ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി പുതിയൊരു കഥയുമായിട്ട് ഞങ്ങൾ വീണ്ടും കാണാം. അപ്പം എല്ലാവർക്കും കഥ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. കഥ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ഒരു കമന്റ് കാര്യങ്ങളൊക്കെ ചെയ്യണം കേട്ടോ. അപ്പൊ നമുക്കിനി വീണ്ടും കാണാം. ബൈ ബൈ.